സൗദി അറേബ്യയിലെ ദമാമിൽ കവർച്ചാ സംഘം കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കരവാളൂർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കരവാളൂർ ചേലക്കാട് മൂലവിള വീട്ടിൽ പരേതനായ ശശി സരസമ്മ ദമ്പതികളുടെ മകൻ ഗിരീഷ് കുമാറിനെയാണ് കഴിഞ്ഞ മാർച്ച് 25-ന് ഇന്ത്യൻ സമയം 4:30-ന് അക്രമി സംഘം വകവരുത്തിയത്. ദമാമിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങിയ ഗിരീഷിന്റെ പക്കൽ നിന്നും ഒരു സംഘം നീഗറുകൾ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഇതിനെ ചെറുത്തുനിന്ന ഗിരീഷിനെ ഇവർ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 6 വർഷമായി ദമാമിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു കൊല്ലപ്പെട്ട ഗിരീഷ്. കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിലെത്തി മടങ്ങിയ ഇയാൾ വിസയും ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കാൻ ഉടനെ വീണ്ടും മടങ്ങി വരാനിരിക്കുകയായിരുന്നു. രാവിലെ 9 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ഗിരീഷ് കുമാറിന്റെ ചേതനയേറ്റ ശരീരം 12:30 മണിയോടെ കരവാളൂർ വീട്ടിലെത്തിച്ചപ്പോൾ കരവാളൂർ ഗ്രാമം ഒന്നടങ്കം നിറമിഴികളോടെ ഇവിടെ കൊഴുകിയെത്തിയിരുന്നു. മൃതദേഹം ദമാമിലെ കിൻഫാദ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജുവിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഗിരീഷ് കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ വൻ ജനാവലി ചേലക്കാടുള്ള വസതിയിലെത്തിയിരുന്നു. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു, മുൻ MLA PS സുബാൽ, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B പ്രമീളകുമാരി, CPM ജില്ലാ സെക്രട്ടറി K രാജഗോപാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, CPI മണ്ഡലം സെക്രട്ടറി C അജയപ്രസാദ്, യുവമോർച്ച നേതാവ് കരവാളൂർ സജീവ് തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിച്ചു. ലൈവ് വാർത്ത പുനലൂർ.